إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നാം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നാം മനസ്സിലാക്കുന്നത്. യഥേഷ്ടം നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമുക്ക് പ്രിയപ്പെട്ട പലരും നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോഴാണ് അവര് ഉണ്ടായിരുന്ന അവർ നൽകിയിരുന്ന ആ സ്നേഹവും കരുതലും അവരുടെ വിലയുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ജീവിതം അങ്ങനെയാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തയും ആലോചനയും വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് സദാസമയവും ഉണ്ടാവണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ജനാസയും ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഓർമ്മിപ്പിക്കാറുള്ളത് ഇസ്തഇദ്ദു ലിമിസ്ലി ഹാദാ, നിങ്ങൾ റെഡിയാവണം, ഇതേപോലെയുള്ള ഒരവസ്ഥ നിങ്ങൾക്കും വരാനുണ്ട് എന്നത്. ഇന്ന് നമ്മുടെ കൂടെ സൊഫിൽ നമസ്കരിക്കാനുണ്ടായിരുന്ന ആളുകൾ ഒരുപക്ഷെ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഇതേ സമയം വരുമ്പോഴേക്ക് അവർ 6 അടി മണ്ണിലേക്ക് ഖബറിലായിരിക്കാം. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒന്നാണ് നമ്മുടെ ആയുസ്. സഹോദരങ്ങളെ, സമയം എന്നുള്ളത് എത്ര വേഗത്തിലാണ് പോകുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയല്ലോ, ലാ തഖൂമുസ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ, അന്ത്യദിനം സംഭവിക്കുകയില്ല കാലം അടുത്തുനിന്ന് വരുന്നത് വരെ. വതകൂനു സന കശഹർ, ഒരു വർഷം ഒരു മാസം പോലെയായിരിക്കും. വയകൂനു ഷഹർ കൽ ജുമുഅ, ഒരു മാസം ഒരാഴ്ച പോലെ. വതകൂനുൽ ജുമുഅ കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ. വയകൂനുൽ യൗം കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ. ഒരു മണിക്കൂർ എന്നത് ഒരു കടലാസ് കത്തിത്തീരുന്ന അത്ര സമയം. എത്ര വേഗത്തിൽ സഹോദരങ്ങളെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നമ്മൾ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നു, ആഖിറത്തിലേക്ക് നമ്മൾ മുന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. വലികുല്ലി മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആഖിറത്തിനും ആളുകളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ഈ ദുനിയാവിന്റെ ആളുകളാവരുത്, ആഖിറത്തിന്റെ ആളുകളാവുക. ഫഇന്നൽ യൗമ അമൽ വലാ ഹിസാബ്, ഇന്ന്
അമൽ ചെയ്യാനുള്ള സമയമാണ്. ഇവിടെ ഹിസാബില്ല. വഗദൻ, നാളെ മരണത്തിന് ശേഷം ഹിസാബ് വല അമൽ, അവിടെ കണക്ക് നോക്കുന്ന ദിവസമാണ്. അവിടെ അമൽ ചെയ്യാൻ സമയം ലഭിക്കില്ല. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയില്ലേ? 60-70 വർഷക്കാലമാണ് ഇവിടെ ഒരു മനുഷ്യന് ആയുസ് ലഭിക്കുന്നത്. ചില ആളുകൾക്ക് അതിൽ കൂടുതലും കുറവുമാകാം. അതുകൊണ്ട് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ലഭിച്ച ഈ ജീവിതമാകുന്ന ആയുസ്, സമയം, അത് നമ്മൾ നഷ്ടപ്പെടുത്താതെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ. ഒരു കവി പറഞ്ഞില്ലേ, ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വതവാനി. മനുഷ്യന്റെ ഹൃദയം അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹൃദയമിടിപ്പ്, ഓരോ ഹൃദയമിടിപ്പും അവനോട് പറയുന്നത്, മനുഷ്യ, ജീവിതം എന്നത് മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ, അവരുടെ ആയുസ്സിൽ അവർക്ക് ബറക്കത്ത് ലഭിച്ചു. കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ ഖൈർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, അയ്യുന്നാസി ഖൈർ, നബിയെ, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ ആരാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, കുറെ കാലം ജീവിച്ചു, ഒരുപാട് നന്മ ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചു. അങ്ങനെയുള്ള ജീവിതമാണ് സഹോദരങ്ങളെ ഏറ്റവും ഖൈറായ മനുഷ്യന്മാർ. അയ്യുന്നാസി ശർ, മനുഷ്യന്മാരിൽ മോശപ്പെട്ടവരാരാണ്? മൻ ത്വാല ഉംറുഹു, കുറെ കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്, വസാഅ അമലുഹു, അവന്റെ അമലൊക്കെ വളരെ മോശമായിരുന്നു. ആർക്കും ഒരു പ്രയോജനമില്ല, ഒരു നന്മയില്ല, സ്വന്തത്തിനില്ല, കുടുംബത്തിനില്ല, അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ഒരു നന്മയുമില്ലാതെ അങ്ങനെ ആയുസ് തീർത്ത ആളുകൾ എത്രയുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക. മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ യൻഷഖു ഇല്ലാ വയുനാദി യബ്ന ആദം അന യൗമുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം, മനുഷ്യ, നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാകുന്ന ഒരു പുതിയ ദിവസമാണ് ഞാൻ ഇന്ന്. അതുകൊണ്ട് എന്നെ നീ ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും നിന്നിലൂടെ കഴിഞ്ഞു പോയാൽ തിരിച്ചു വരികയില്ല എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയുക. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ കുട്ടിക്കാലം ലഭിച്ചിരുന്നെങ്കിൽ, ആ യൗവനം ലഭിച്ചിരുന്നെങ്കിൽ, അത് മോഹങ്ങളും ആശകളും മാത്രമാണ്, പക്ഷേ ഒരിക്കലും ലഭിക്കില്ല. ഹസൻ അൽ ബസരി റഹിമഹുള്ളയുടെ വാക്കുകൾ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദുന്യാ സലാസത്തു അയ്യാം, ദുനിയാവെന്നത് 3 ദിവസം മാത്രമാണ്. അമ്മ അംസി, ഇന്നലെ, ഫഖദ് ദഹബ ബിമാ ഫീഹി, ഇന്നലെയും കൊണ്ടുപോയി. വഅമ്മ ഗദൻ, നാളെ, ഫലഅല്ലക അല്ലാ തുദ്രികഹു, നിനക്കറിയില്ല കിട്ടുമോ എന്ന്. ഫഅമ്മൽ യൗം, ഇന്ന്, ഫലക ഫഅമൽ ഫീഹി, ഇന്ന് നിനക്കുള്ളതാണ്, അതിൽ നീ നിനക്ക് വേണ്ടി അധ്വാനിക്കുക. സഹോദരങ്ങളെ, നാളെയാവാം, പിന്നെയാവാം എന്ന് നീട്ടിവെക്കാൻ നമുക്ക് സമയമില്ല. അത്രയും വേഗത്തിലാണ് സമയം നമ്മിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യം നൽകുന്നു, നമ്മുടെ സമയം നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ആയുസ്, അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കും, എന്തിൽ വിനിയോഗിച്ചു എന്ന്. ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ പാദം അവൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്ന് മൂവ് ചെയ്യാൻ സാധ്യമല്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ ഫനാഹു, തന്റെ ആയുസിനെ കുറിച്ച് ചോദിക്കും, എന്തിലാണ് നീ അത് ചെലവഴിച്ചത്. വഅൻ ശബാബിഹി ഫീമാ ബലാഹു, തന്റെ യുവത്വം എന്തിൽ നശിപ്പിച്ചു. വഅൻ മാലിഹി, തന്റെ സ്വത്തിനെ കുറിച്ച്. മിന്നൈ രക്തസബഹു വഫീമാ അൻഫഖഹു, എവിടെ നിന്നുണ്ടാക്കി നീ സമ്പത്ത്, എന്തിൽ നീ ചെലവഴിച്ചു. അതുപോലെ തന്നെ വഅൻ അമില, നീ ചെയ്തത് എന്താണ്, നീ ഒരുപാട് പഠിച്ചല്ലോ, അറിഞ്ഞല്ലോ. സഹോദരങ്ങളെ, ഇതൊക്കെ, ഈ ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നഷ്ടപ്പെടുത്താനുള്ളതല്ല, ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കി നമ്മുടെ ജീവിതത്തിനൊരു ഷെഡ്യൂൾ അത് വേണം. ഒരു മുസ്ലിമിന്റെ ജീവിതം അത് കൃത്യമായ ഒരു തർത്തീബിലാണ് പോവേണ്ടത്. ഫജ്റിന് മുമ്പേ എഴുന്നേറ്റുകൊണ്ട്, വിശ്വാസികളുടെ വീടുകൾ അങ്ങനെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. ഖാമത്ത് മിനൽ ലൈൽ, ഫജ്റിന് മുമ്പേ അവൾ എഴുന്നേറ്റു, ഫസല്ലത്ത്, അവൾ നമസ്കരിച്ചു, എന്നിട്ട് വഅയ്ഖദത് സൗജഹ, ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി, പക്ഷേ ഫഅബ, അയാൾ എഴുന്നേൽക്കുന്നില്ല. നളഹത് ഫീ വജിഹിൽ മാ, അയാളുടെ മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിച്ചു. റഹിമല്ലാ, അവിടെയാണ് അള്ളാഹിന്റെ കാരുണ്യമുള്ളത്. റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക്, ഒരാണിന് അള്ളാഹിന്റെ കാരുണ്യമുണ്ട്. അയാൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റു, എന്നിട്ട് നിസ്കരിച്ചു, ഭാര്യയെ വിളിച്ചുണർത്തി, അവൾ എഴുന്നേൽക്കുന്നില്ല. നളഹ ഫീ വജിഹിൽ മാ, അവളുടെ മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു, നിസ്കരിച്ചു. നോക്കൂ സഹോദരങ്ങളെ,
അങ്ങനെയുള്ള വീടുകളാവണം മുസ്ലിമീങ്ങളുടെ വീടുകൾ. വിശ്വാസികൾ അവർക്ക് സമയം നഷ്ടപ്പെടുത്താനില്ല. റക്അത്തുൽ ഫജ്ർ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത്, ഫജ്ർ വാങ്ങി വിളിച്ചിട്ട് ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറിലും സഫറിലും ഒന്നും ഉപേക്ഷിക്കാതിരുന്ന 2 റക്അത്ത് സുന്നത്താണ്. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ 2 സൂറത്തുകളായിരുന്നു ഫാത്തിഹയ്ക്ക് ശേഷം അതിൽ ഓതിയിരുന്നത്. റക്അത്തുൽ ഫജ്രി ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ഈ ദുനിയാവും അതിലുള്ള മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാളും ഖൈറ് അതാണെന്ന്. ഇന്നൊരു ജുമാ ദിവസമാണ്. നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഫർദ് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ജുമാ ദിവസത്തിലെ ഫജ്റിലാണ്. ഒരു ആത്മവിചിന്തനം. ഇന്ന് ഫജ്ർ ജമാഅത്തായി കിട്ടിയവർ എത്രയാളുണ്ട്? ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹ് ആവശ്യപ്പെടുന്നത് അതല്ലല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, പ്രധാനമായി ചോദിക്കുന്ന വിഷയം ഇതാണല്ലോ. ഇന്ന് ഫജ്ർ ജമാഅത്തായി കിട്ടിയോ? സഹോദരങ്ങളെ, നഷ്ടങ്ങൾ ഏറെയാണ്. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോരുത്തരും നോക്കട്ടെ തനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്. വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. തഫ്സീറുകൾ കാണാം, ഫല്യൻദുർ അഹദുക്കും മാ ഖദ്ദമ ലിയൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? മിനൽ അമാലി, കർമ്മങ്ങളിൽ നിന്ന്. അമിന സ്വാലിഹാത്തി തുൻജി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സൽക്കർമ്മങ്ങളാണോ? അമിന സയ്യാത്തി തൂബിഖുഹു, നിങ്ങളെ നശിപ്പിക്കുന്ന തിന്മകളാണോ ചെയ്തു വെച്ചത് എന്നൊന്ന് ഹാസിബു. ഉമർ പറഞ്ഞ പോലെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഹാസിബു, ഒന്ന് കണക്ക് നോക്കൂ. അതെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. കച്ചവടക്കാര്, ബിസിനസ്സുകാര്, അതെ, ജീവിതത്തെ കുറിച്ച് അവരുടെ കച്ചവടത്തിൽ ലോസ് വന്നോ? എന്താണ് കഴിഞ്ഞ വർഷം എത്ര ലാഭം ലഭിച്ചു? ഇങ്ങനെ പലതും കണക്ക് നോക്കുമല്ലോ. കൊടുക്കാനുള്ളത്, കിട്ടാനുള്ളത്. സഹോദരങ്ങളെ, ജീവിതത്തെ കുറിച്ചുള്ള ഒരു കണക്ക് നോക്കൽ. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ഒന്ന് വിചാരണ ചെയ്യുക. വസിനു ഖബ്ല അൻ തൂസനു, നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ്. വതഅറദു വതസയ്യനു ലിൽ അർദിൽ അക്ബർ ലിയൗമിൽ അക്ബർ, മഹാഭയാനകരമായ ഒരു ദിവസം വരാനുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോളൂ, റെഡി ആയിക്കോളൂ. സഹോദരങ്ങളെ, നോക്കൂ, നമ്മൾ എത്രത്തോളം നന്മയിൽ മുന്നേറാൻ നമുക്ക് സമയമുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. റജബിലാണുള്ളത്. ഒരുപാട് അനാചാരങ്ങൾ ആളുകൾ ചെയ്യാറുണ്ട്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഷഹ്റു സറആണ്, വിത്തിറക്കാനുള്ള സമയമാണിത്. ഷഅബാൻ ഷറഹു സഖയെ, അവിടെ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കണം. റമദാൻ ഷറഉൽ ഹസാദ്, കൊയ്തെടുക്കാനുള്ള സമയമാണ്. അതേ, ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ചെയ്താൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. തുടർന്നുകൊണ്ടേയിരിക്കുന്ന അമലുകൾ, അള്ളാഹുവിന് അതാണ് ഇഷ്ടം. മഹബ്ബുൽ അമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും പതിവായി ചെയ്യാം. ഒരു 3 റക്അത്ത് ഫജ്റിന് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ഒരു വിത്റായിട്ട് നിസ്കരിക്കുക, നോക്കൂ. അല്ലെങ്കിൽ ഇശാന് ശേഷം ഒരു 3 റക്അത്ത്, അതൊക്കെ അള്ളാഹ് ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. യാ അഹ്ലൽ ഖുർആൻ ഔതിറു, നിങ്ങൾ വിത്റാക്കൂ. ദുഹാ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിന്റിനും സദഖയുണ്ട്, അള്ളാഹ് നൽകിയ നിഅമത്തുകൾക്ക്. ഇതെല്ലാം കൂടി 2 റക്അത്ത് ദുഹയിൽ കിട്ടും, ദുഹ നിസ്കാരം. ഇങ്ങനെ എത്ര പുണ്യങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്തിയത്. എത്രയോ പുണ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ജനാസയെ പിന്തുടരുകയും ജനാസയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും അതിനെ ദഫൻ ചെയ്യാനും വേണ്ടി പോയാൽ ഖീറാത്താൻ, ഉഹുദ് മലയോളം 2 പർവ്വതമുണ്ട്. ഇത് കേട്ട സ്വഹാബത്ത് അവർ പറഞ്ഞത്, നമ്മൾ എത്രയോ ഖീറാത്തുകൾ നഷ്ടപ്പെടുത്തിയല്ലേ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല 12 റകഅതൻ തതവ്വുഅൻ ഗൈറൽ ഫരീള ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഫർളല്ലാത്ത 12 റകഅത്ത് നമസ്കാരം ഒരാൾ പതിവാക്കിയാൽ സ്വർഗ്ഗത്തിൽ ഒരു വീട് അല്ലാഹു അവന് നൽകുന്നതാണ്. ഫജ്റിന് മുമ്പ് 2 റകഅത്ത്, ളുഹറിന് മുമ്പ് 4 റകഅത്ത്, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാന് ശേഷം 2, റവാത്തിബ് സുന്നത്തി എന്ന് പറഞ്ഞു. പതിവായി തുറന്നു കൊണ്ടുപോയാൽ എവിടെ അതിന് സമയം? നിസ്കാരം കഴിഞ്ഞാൽ ഓടല്ലേ നമ്മൾ, ഇല്ലേ? അല്പസമയം ഒരു 5 മിനിറ്റ് ദിക്ർ ചൊല്ലാൻ, ഒരു 5 മിനിറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ, അതിനൊന്നും സമയമില്ല. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതോ, ആരെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചാൽ 10 റുപ്യ 5 റുപ്യൊക്കെ കൊടുക്കുള്ളൂ. സഹോദരങ്ങളെ, എന്താണ് നമുക്ക് വേണ്ടി? വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹനെ മറന്നുപോയവരെ പോലെ നിങ്ങൾ ആവരുത്. അള്ളയല്ലേ നമുക്ക് ഈ നിഅമത്തൊക്കെ നൽകിയത്. അതുകൊണ്ട് ശുക്ർ ചെയ്യാൻ ഒരല്പ സമയം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുന്നത് വരെ രാത്രി നമസ്കരിക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്തിനാ നബി ഇങ്ങനെ എത്ര കഷ്ടത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നത്? താങ്കൾക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ എല്ലാ പാപങ്ങളും അല്ലാഹ് പുറത്തു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ എന്ന്. സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കാറുണ്ട്. ഓരോ നിമിഷങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഉറങ്ങി എഴുന്നേറ്റാൽ, ഇങ്ങനെ വിശ്വാസികളുടെ ജീവിതം ധന്യമാണ് സുന്നത്തുകൾ കൊണ്ട്, നന്മകൾ കൊണ്ട്. അത് ആഖിറം ഉദ്ദേശിക്കുന്നവരെ അതിലൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ പിശാച് തെറ്റിച്ചു കളയും ദുനിയാവിന്റെ പല മോഹങ്ങളും കൊണ്ട്. മത്താഉ ദുനിയ ഖലീൽ, ദുനിയാവിന്റെ വിഭവം കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താനില്ല. അതാണ് ഹസൻ ബസരി റഹ്മഹുല്ലാ സമയത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം കുറെ പറഞ്ഞിട്ടുണ്ട്. അദ്റക്തു അഖ്വാമൻ, ഞാൻ ഒരുപാട് ആളുകളെ, താബിഈയാണ് അദ്ദേഹം, സഹാബത്തിനെ കണ്ടിട്ടുണ്ട്. കാനു അശദ്ദ മിൻകും ഹിർസൻ അലാ ഔഖാതിഹിം, അവരുടെ ടൈമിന്റെ വിഷയത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. മിൻ ദനാനീരിക്കും ദറാഹിമിക്കും, നിങ്ങൾ ദീനാറിനും ദിർഹമിനും പൈസക്ക് എത്ര വാല്യൂ കാണുന്നു, അതിനേക്കാൾ അവർ കണ്ടിരുന്നത് ടൈമിനാണ് വാല്യൂ. ടൈം ഈസ് വെരി പ്രിഷ്യസ്, ഡു നോട്ട് വേസ്റ്റ്. സമയം നഷ്ടപ്പെടുത്തരുത്. സലഫുകൾ അങ്ങനെയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാൾ കഠിനമാണ് ടൈം വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു. ലിഅന്ന ഇളാഅത്തുൽ വഖ്തി തഖ്തഉക അനില്ലാ വദ്ദാരിൽ ആഖിറ, ടൈം വേസ്റ്റ് ആകുമ്പോൾ അല്ലാഹുവും ആഖിറവുമായുള്ള ബന്ധമാണ് നീ കട്ട് ചെയ്യുന്നത്. വൽ മൗതു യഖ്തഉക അനിദ്ദുനിയ വഅഹ്ലിഹ, മരിച്ചാലേ ഈ ദുനിയാവിലെ ആൾക്കാരും ദുനിയാവുമായുള്ള ബന്ധമേ നഷ്ടപ്പെടും. പക്ഷേ നിനക്ക് കിട്ടിയ ആയുസ് അതെങ്ങാനും നീ നഷ്ടപ്പെടുത്തുമ്പോൾ ആഖിറവും അള്ളാഹുമായുള്ള ബന്ധമാണ് നീ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള തിരിച്ചറിവ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ചെയ്തത്? എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എന്തുണ്ട് ബാക്കി? സഹോദരങ്ങളെ, സമയമുണ്ടാവുകയില്ല. മനുഷ്യന്മാര് പറയും, മരണം എത്തുന്ന സമയത്ത് ഒന്ന് മടക്കി തന്നിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത്, മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തോളൂ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർത്തോളൂ. അവധി എത്തിയാൽ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല എന്ന് സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടണം. ഏത് സമയത്തും എപ്പോഴും മരണം നമ്മളെ തേടിയെത്താം. കുല്ലും ഒരു തലവേദന, പനി വന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ട്, കുല്ലും മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാക്കി നഅലിഹി. ഓരോ മനുഷ്യരും കുടുംബത്തോടൊപ്പം പ്രഭാതത്തിലായല്ലോ. മരണം എന്നത് അവൻ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തു നിൽക്കുന്നു എന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് ഓർക്കാൻ, അത് ഓർക്കുമ്പോൾ ദുനിയാവിലെ പല ചിന്തകളെക്കുറിച്ചും നമുക്ക് എന്താവും, ഒരു സമാധാനം ലഭിക്കും. കൂടുതലായിക്കൊണ്ട് ചിന്തിക്കുകയില്ല. ഇത്ര മതി, ഇനി എനിക്ക് വേണ്ടി, എൻ്റെ ഖബറിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ള ഒരു തോന്നൽ, വിചാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സഹോദരങ്ങളെ അത് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ സമയം അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു മുന്നേറൂ. സാബിഖു ഇലാ മഗ്ഫിറ, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് മുന്നേറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. തിന്മകൾ നിറഞ്ഞ ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഖൂമുസ് സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ധാരാളം ഹദീസുകൾ കാണാം. ഹത്താ യദ്ഹറൽ ജഹൽ ഹത്താ യുർഫഅൽ ഇൽമ്, ഇൽമു ഉയർത്തപ്പെടും, ജഹല് വ്യാപിക്കും, വയദ്ഹറ സിന, വ്യഭിചാരം വ്യാപിക്കും, കള്ളു കുടിക്കുന്നത്, അതേപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മിൻ അശ്റാത്തി സാ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് യുർഫഅൽ ഇൽമ്, അറിവ് ഉയർത്തപ്പെടുക, വയസ്ബുത്തൽ ജഹല്, വിവരമില്ലായ്മ, അറിവില്ലായ്മ വ്യാപിക്കുക. ഇവിടെ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെ അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഹിദായത്തിന്റെ മാർഗത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മിലൂടെ ഒരിക്കലും ഈ തിന്മകൾ പുലരാതിരിക്കാൻ, എന്നിലും എൻ്റെ കുടുംബത്തിലും ഈ നാട്ടിൽ കാണുന്നതായ വളരെ മ്ലേച്ഛമായ, വളരെ മോശമായ കാര്യങ്ങളുണ്ട്, അത് പുലരാതിരിക്കാൻ നമ്മൾ
റബ്ബിനോട് ദുആ ചെയ്യുക. ഫിത്നകൾ നിറഞ്ഞ ഈ ലോകത്ത് സഹോദരങ്ങളെ പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. ശൈത്താൻ നമ്മളെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാന്റെ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. നമ്മുടെ ബുദ്ധിക്ക് തോന്നിയതും ബുദ്ധിയിൽ ഉദിക്കുന്നതുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയതാണ് ഹലാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയതാണ് ഹറാം. അപ്പം അതുകൊണ്ട് നമുക്ക് കൃത്യമായിക്കൊണ്ട് ഒരു ബോധ്യമുണ്ടാവണം. കുടുംബ ബന്ധം മുറിക്കുന്ന മ്ലേച്ഛതകളും അനാവശ്യങ്ങളും ഒക്കെ വ്യാപിക്കുന്ന വിശ്വസ്തരായ ആളുകൾ അവർ അവിശ്വസിക്കപ്പെടുകയും അതുപോലെ വഞ്ചകരായ ആളുകൾ വിശ്വസിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം എന്നുള്ളത് അശ്റാത്തു സായിൽപ്പെട്ടതാണ് എന്ന് ഹദീസിൽ കാണാം. അതേപോലെ വാദ്യോപകരണങ്ങൾ, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ്, പട്ടുവസ്ത്രം, വ്യഭിചാരം, കള്ള്, വാദ്യോപകരണം, മ്യൂസിക്കുകളൊക്കെ ഹലാലാക്കുന്ന ഒരു കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന്. സഹോദരങ്ങളെ, ഹറാമുകളെ ഹലാലാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ തീക്കനൽ കയ്യിൽ പിടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഒരു വിശ്വാസിക്ക് അവസാന കാലത്ത് ഉണ്ടാവുക. കാരണം എന്താ? തിന്മകളൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ദീൻ അനുസരിച്ച് ജീവിക്കാൻ പ്രയാസം തന്നെ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ദീനിൽ ചെയ്യേണ്ടതുണ്ടോ? ഇതൊക്കെ ഉണ്ടോ എന്ന് ആളുകൾ ആശ്ചര്യത്തോട് കൂടി ചോദിക്കും. സഹോദരങ്ങളെ, ഉറബാ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്, അപരിചിതർ എന്ന്. ദീൻ അനുസരിച്ച് ജീവിക്കുന്ന വലാ തകൂനു ഇമ്മാഅത്തൻ, നിങ്ങൾ കൂടികളാവരുതെന്ന. അതാ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നാട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട് എന്നതല്ല സഹോദരങ്ങളെ നമുക്ക് തെളിവ്. മറിച്ച് അള്ളാന്റെ ദീനിലുണ്ടോ, അള്ളാന്റെ ദീന് നിഷിദ്ധമാക്കിയതാണോ എങ്കിൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കളിലും ഇത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആ നിലപാട് സ്വീകരിക്കാനുള്ള ത്രാണിയും തൻ്റെ ഇടവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാണ് ദയ്യൂസുകളാവരുത് നിങ്ങൾ. സ്വന്തം മക്കളെ, സഹോദരിമാരെ, ഭാര്യമാരെ, ഉമ്മമാരെ അവരെയൊക്കെ മാർക്കറ്റിലേക്ക്, അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ച് തോന്നിയ രൂപത്തിൽ വസ്ത്രം ധരിച്ച് ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ പാർട്ടികൾക്കും പറഞ്ഞയക്കുന്നതല്ല ഒരു വിശ്വാസിയുടെ നിലപാട്. മറിച്ച് എൻ്റെ ദീനിനും എൻ്റെ വിശ്വാസത്തിനും എതിരാണോ അവിടെ എൻ്റെ കുടുംബം, എൻ്റെ മക്കളും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹ് തൃപ്തിപ്പെടുന്നിടത്തേ എൻ്റെ മക്കൾ ഉണ്ടാവാൻ പാടുള്ളൂ. അള്ളാഹ് തൃപ്തിപ്പെടുന്ന വസ്ത്രമേ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും ധരിക്കാൻ പാടുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയം സഹോദരങ്ങളെ നമുക്കുണ്ടാവണം. അവർക്ക് എന്ത് തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു എന്നതല്ല ആദ്യമായി ചോദിക്കുക. അവരെ നിങ്ങൾ എങ്ങനെ അദബ് പഠിപ്പിച്ചു, അവർക്ക് എന്ത് ദീന് കൊടുത്തു എന്നുള്ളതാണ്. നമുക്കെതിരിൽ പറയാതിരിക്കാൻ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ നമുക്ക് എതിര് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇതാ ദുനിയാവിന്റെ എല്ലാം വാങ്ങിത്തന്നു, പക്ഷേ ദീനിന്റെ ഒരു കാര്യം പഠിപ്പിച്ചില്ല. ഒരു ദർസ് കേൾക്കാൻ, ഒരു ക്ലാസ് കേൾക്കാൻ, ഒരു ദീന് പഠിക്കാൻ കൊണ്ടുപോവുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല. വീട്ടിൽ അതിന്റെ ആദാബുകളൊന്നും പാലിച്ചില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാവരുത്. മറിച്ച് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. അള്ളാഹ് നൽകിയ നിഅമത്ത്, മൊബൈലുകളിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ദീന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഖുർആൻ പഠിക്കുക, തജ്വീദ് പഠിക്കുക, ഓതി പഠിക്കുക, വാദുകൾ കേൾക്കുക, ഇങ്ങനെ ഓരോ വിഷയങ്ങളും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം തിന്മകൾ വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലാവും ഒരു പേടി ഉണ്ടാവും. ഏത് സമയത്ത് മരണം വരുമെന്നുള്ള ഒരു ചിന്തയിൽ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, മാ നദിംതു അലാ ഷൈഇൻ, ഒരു കാര്യത്തിന്റെ മേലും ഞാൻ ദുഃഖിച്ചിട്ടില്ല. നദമി, എന്റെ ദുഃഖം, അലാ യൗമിൻ, ഒരു ദിവസം, ഗറബത്ത് ശംസുഹു, സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം വരുമ്പോ എനിക്ക് വളരെ ഖേദമാണ് ഉണ്ടാകാറുള്ളത്. എന്തേ കാരണം? നഖസ ഫീഹി ഉംരി, എന്റെ ആയുസ്സത കുറഞ്ഞു പോകുന്നു. വലം യസിദ് ഫീഹി അമലി, ഞാൻ ഇന്നൊന്നും ചെയ്തില്ലല്ലോ, അമൽ കൂടുതലായി ഒന്നും ചെയ്തില്ലല്ലോ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. നമ്മളിപ്പോ ഇന്ന് ഇത്രയും നേരമായി, വെള്ളിയാഴ്ച ദിവസം ഏറെ പുണ്യമുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ഏറെയുണ്ട്. പ്രഭാതത്തിൽ അദ്കാറു സബാഹ് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രൊട്ടക്ഷനാ. നമ്മുടെ യാത്രയിലും കച്ചവടത്തിലും ബിസിനസ്സിലും എല്ലാ നിലക്കും എവിടെയും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള കാവൽ ലഭിക്കാൻ ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. നോക്കൂ, 3 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. വേറെയും ഒരുപാട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഇങ്ങനെ എന്തെല്ലാം ദിക്റുകൾ, പ്രാർത്ഥനകൾ. ഇതൊക്കെ ചെയ്യുന്നിടത്ത് നമ്മൾ എവിടെയാണ്? സ്വർഗത്തിലെ ട്രഷറി, സ്വർഗത്തിലെ നിധി എന്ന് പഠിപ്പിച്ചു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ഇതാർക്കാ? നമുക്ക് വേണ്ടി പഠിപ്പിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ ചുണ്ടിൽ നിന്ന് എത്രത്തോളം വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത്, മൻ സല്ല അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശർ. ഒരു സ്വലാത്തിന് 10 കൂലിയാണ്.
അത് മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കാണിക്കാൻ ചെയ്യാനല്ല. പിന്നെയോ നമ്മുടെ യാത്രയിൽ, നമ്മുടെ സ്വകാര്യതകളിൽ ഒക്കെ റബ്ബിനെ, നമ്മുടെ മലക്കുകൾ നമുക്ക് നന്മ രേഖപ്പെടുത്താൻ, അതല്ല വേറുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം കൃത്യമായി ഇന്ന അലൈക്കും, നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ മേൽ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന വാക്കുകൾ, ദിക്റുകൾ, ലാ യസാലു ലിസാനക റത്ബം മിൻ ദിക്രില്ല, നിന്റെ നാവ് എപ്പോഴും നനവുള്ളതാവട്ടെ അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് ഇങ്ങനെ കാണിക്കാൻ, അത് കൗണ്ട് ചെയ്യാനൊന്നും സ്വലാത്ത് മാലയോ അല്ലെങ്കിൽ ഇതൊന്നും കൗണ്ടാക്കാനൊന്നും വേണ്ട. അത് നീയും നിന്റെ റബ്ബും അറിഞ്ഞാൽ മതി. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ഖബറിലേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാൻ ആയുസ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് അവന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമുക്കൊരു ഇസ്സത്തുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരവും നമ്മുടെ നിലപാടും വിട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവരുത്. അതാണ് ഇസ്ലാമിൻ്റെ ഉസൂലുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് സലഫുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പാഠം. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅൻ, നിങ്ങളുടെ മുൻഗാമികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ജുഹറ ദുബ്ബിൻ ലദഖൽതുമു, അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും പ്രവേശിക്കും. അപ്പോൾ ചോദിക്കപ്പെട്ടു, അൽ യഹൂദു വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളാണോ? അതെ, അവരല്ലാതെ മറ്റാര്? അവരുടേതായ കൾച്ചർ, സംസ്കാരം. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, സൂറത്തുൽ ബഖറയിൽ കാണാം. നിങ്ങളെക്കുറിച്ച് തൃപ്തി വരികയില്ല യഹൂദി നസാറാക്കൾക്ക്, നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നത് വരെ. ഇപ്പോ സമൂഹത്തിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള മുസ്ലിമാരാ? അത് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, ഏത് തിന്മകൾക്കും ലൈസൻസ് കൊടുക്കുന്ന, അതല്ലെങ്കിൽ ആണും പെണ്ണും മിക്സ് ആയിക്കൊണ്ട് ഏത് പ്രോഗ്രാമുകളും നടക്കുക, മ്യൂസിക്കിന് പ്രശ്നമല്ല. അതേപോലെ ഇങ്ങനെയുള്ള തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു അഴകുഴമ്പൻ നിലപാടിന് അവർക്ക് നല്ല ഡിമാൻഡാണ്. എന്നാൽ താടി വെച്ച്, അതുപോലെ തന്നെ ബുർക്കയിട്ട്, ഇസ്ലാമിൻ്റെതായ ആദാവ്, ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച്, ഇങ്ങനെയൊക്കെ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച് അനാവശ്യമായ കാര്യങ്ങൾക്കും പാർട്ടികൾക്കൊന്നും പോകാതെ ജീവിക്കുന്നവരെ, അവരെ വളരെ ഭയത്തോടു കൂടി കാണുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ കാണിക്കുന്ന ഒരു സമൂഹത്തിൽ ആ ഒരു അവസ്ഥയാണുള്ളത്. സഹോദരങ്ങളെ, ഒരിക്കലും ആ ഒരു അവസ്ഥ ഖുർആനിൻ്റെ വക്താക്കൾക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിലേക്ക് മടങ്ങൂ, റബ്ബിൻ്റെ ദിക്റിലേക്കും ഖുർആനിലേക്കും വരൂ. നമ്മൾ ഇതിൻ്റെ ആളുകളാണ്, ഈ സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. വൽചക്കും മിൻകും ഉമ്മ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ, നിങ്ങളാണ് വിശ്വാസികളെ കുറിച്ചാണ്, ആ സ്വഹാബത്തിന്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മടങ്ങാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത് സൂറത്തുൽ ഹദീദിലെ ചില വാക്കുകൾ, ചില ആയത്തുകൾ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും ഫകസീറു മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് സമയമായില്ലേ അവരുടെ മനസ്സുകൾ കീഴ്പ്പെടാൻ അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും അള്ളാഹിന്റെ ദിക്റിലേക്കും. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആവാതിരിക്കാൻ. അതാ നമ്മൾ 5 നേരത്തെ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുന്നത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ സഹോദരങ്ങളെ? ആ യഹൂദി നസാറാക്കളുടെ മാർഗം അതിൽ ഞങ്ങളെ ആക്കരുതേ എന്ന്. എന്നാണ് അവർക്ക് സംഭവിച്ചത്?
ഫത്വാല അലൈഹിമുൽ അമദു, കാലം ദൈർഘിച്ചപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറു മിൻഹും ഫാസിഖൂൻ, അധികം ആളുകളും തെമ്മാടികളായി പോയി. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അമാ ആന ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ, തലീന ഇൻദ ദിക്രി വൽ മൗഇദതി വസമാഇൽ ഖുർആൻ, ഒരു ഉപദേശം കേൾക്കുമ്പോൾ, ഒരു വഅദ് കേൾക്കുമ്പോൾ, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ, ഒരു ദിക്ർ കേൾക്കുമ്പോൾ, ഫതഫഹമുഹു വതൻഖാദു ലഹു വതുതിഉഹു, അതിനനുസരിക്കാൻ, അതിനെ ഫോളോ ചെയ്യാൻ, അതിനെ പിന്തുടരാൻ അവർക്ക് എന്തേ സമയമായിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിലക്കുകയാണ്. നഹല്ലാഹുൽ മുഅ്മിനീന അയതശബ്ബഹു ബില്ലദീന ഹമലുൽ കിതാബ ഖബ്ലഹു മിനൽ യഹൂദി വൻ നസാറ, അവർ നമുക്ക് മുമ്പുള്ള യഹൂദി നസാറാക്കളോട് സാദൃശ്യപ്പെടാതിരിക്കാൻ. അവർക്ക് സംഭവിച്ചത് ലമ്മ തത്വാവല അലൈഹിമുൽ അബദ് ബദ്ദലു കിതാബല്ലാഹി അല്ലദീ ബിഐദീഹിം, കാലം ദൈർഘിച്ചപ്പോൾ അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിൽ അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തി. വസ്തറു ബിഹി സമനൻ ഖലീല, തുച്ഛമായ വിലക്ക് അവർ അതിനെ വിറ്റുകളഞ്ഞു. വനബദുഹു വറാഅ ളുഹൂരിഹിം, അവരതിനെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. മാത്രമല്ല അവര് പിന്തുടർന്നത്, അവരെടുത്തത് ആറാഅൽ മുഖ്തലിഫ വൽ അഖ്വാലിൽ മുഅ്തഫിക, അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങളുടെ പിന്നാലെ കക്ഷികളായിക്കൊണ്ട് അവർ പോയി. വഖല്ലദുർ റിജാല ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ ഓരോ വ്യക്തികളെ പിന്തുടർന്നു പോയി. വത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ പണ്ഡിത പുരോഹിതന്മാരെ അവര് രക്ഷാദികളായി സ്വീകരിച്ച് അവരുടെ അഭിപ്രായത്തിന് പിന്നാലെ പോയി. ഞാൻ അയാളുടെ ആളാ, ഞാൻ ഇയാളുടെ ആളാ, ഇങ്ങനെ ആളുകൾക്ക് പിന്നാലെ പോയി. ആ സമയത്താണ് ഫഇൻദ ദാലിക ഖസത് ഖുലൂബും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയത്. വലാ യഖ്ബലൂന മൗഇള, ഒരു ഉപദേശം, ഒരു വഅദ് അവരുടെ ഖൽബിലേക്ക് പ്രവേശിക്കുകയില്ല. ഖുർആനും ഹദീസും ഓതി കൊടുക്കപ്പെട്ടാൽ അതൊന്നും, ഒരു താക്കീതുകൾ അവർ സ്വീകരിക്കുകയില്ല. അധികം ആളുകളും തെമ്മാടികളായി പോയി. ഖുലൂബുഹും ഫാസിദ വ അഅമാലുഹും ബാത്തില, ഖൽബ് ഫസാദായി പോയാൽ പിന്നെ അമലുകളും ബാത്തിലായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിദായത്ത് നഷ്ടപ്പെടുന്നത് നമ്മളേറെ ഭയപ്പെടണം. നമ്മൾ ഖുർആന്റെ ആളുകളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഇതിൻ്റെയൊക്കെ ആളുകളാണ്. ഇപ്പം 5 നേരം നിസ്കരിക്കണം, പള്ളിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നാളെ എന്തായിരിക്കും അവസ്ഥ? നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഏത് സമയത്തും സഹോദരങ്ങളെ തെറ്റിപ്പോകാം. അതുകൊണ്ട് ഖാത്തിമത്താണ് പ്രധാനം, അന്ത്യം ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടി. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, റബ്ബേ എന്നെ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണം. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അങ്ങനെ റബ്ബിന്റെ ദീനുമായി ചേർന്ന് നിൽക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായി അതിന്റെ വക്താക്കളായി നിൽക്കുക. അള്ളാഹു ഇതിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആളുകളായി മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മുടെ മനസ്സുകളെ അള്ളാഹു പാകപ്പെടുത്തുമാറാവട്ടെ. പല നിലക്കും പ്രയാസങ്ങളും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നാം. അള്ളാഹു എല്ലാ നിലക്കും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലും നമ്മുടെ മഈശത്തിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.